അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിർണായകമാവുകയാണ് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം. എന്തിനാണ് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതെന്നൊരു പൈലറ്റ് ചോദിക്കുന്നത് കണ്ടെത്തിയ റെക്കോർഡുകളിൽ വ്യക്തമാണ്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് രണ്ടാമത്തെ പൈലറ്റ് ഇതിന് മറുപടി പറയുന്നുമുണ്ട്. ഈ സംഭാഷണങ്ങളെ കേന്ദ്രീകരിച്ചാകും പ്രധാനമായും ഇനിയുള്ള അന്വേഷണങ്ങൾ നടക്കുക. അപകട സൂചന നൽകാതെ പറന്നുയർന്ന വിമാനത്തിന്റെ സ്വിച്ചുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതിന്റെ ഉത്തരം അതിനിർണായകമാകും. ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്യാനുള്ള കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വം സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇതെല്ലാം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. ടേക്ക് ഓഫിന് മുൻപ് 2 എഞ്ചിനുകളും ശരിയായി പ്രവർത്തിച്ചിരുന്നു. എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന 2 സ്വിച്ചുകളുണ്ട്. മാനുവലായി പ്രവർത്തിപ്പിച്ചാലേ ഇവ റൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് പോകൂ. ഇടതുവശത്താണ് ഒന്നാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച്, വലതുവശത്ത് രണ്ടാമത്തെ എഞ്ചിന്റെ സ്വിച്ച്. സ്വിച്ചുകൾ ഓഫാക്കിയതോടെ വിമാനത്തിന്റെ മുന്നോട്ട് പോകാനുള്ള കുതിപ്പ് നഷ്ടപ്പെട്ടു. 10 സെക്കൻഡുകൾ കഴിഞ്ഞ് ഒന്നാമത്തെ എഞ്ചിന്റെയും അതിനുശേഷം 4 സെക്കൻഡുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിന്റെയും ഇന്ധന പ്രവാഹം പുനരാരംഭിച്ചെങ്കിലും കുതിച്ചുയരാനാകാതെ വിമാനം തകർന്നു വീണു. വീണ്ടും ഓണാക്കിയ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകാൻ 2 മിനിറ്റിലേറെ സമയമെടുക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. രണ്ടാമത്തെ പൈലറ്റ് അറിയാതെയാണ് ഈ സ്വിച്ച് ഓഫാക്കിയതെന്നുള്ളതാണ് ഇതുവരെയുള്ള നിഗമനം. എന്നാൽ ഇന്ധന സ്വിച്ചിന്റെ ലോക്ക് ഉയർത്താതെ ഇത് ഓഫ് ചെയ്യാനുമാകില്ല. മാനുഷിക പിഴവാണെന്ന സംശയം ഇതിലൂടെ ഉണ്ടാകുന്നു. പൈലറ്റുമാർ 2 പേരും പരിചയസമ്പന്നരായിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. AIIBയുടെ കണ്ടെത്തലുകൾ പ്രധാനമായും ഇതെല്ലാമാണ്. പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം തന്നെ 2 എഞ്ചിനിലേക്കുമുള്ള ഇന്ധന സ്വിച്ച് ഓഫ് ആയിരുന്നു. ആരാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്ന ശബ്ദരേഖ അന്വേഷണത്തിൽ ലഭിച്ചു. റാം എയർ ടർബൻ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തി. എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം. റാറ്റ് പുറത്തു വന്നതായി CCTV ദൃശ്യങ്ങളിലുമുണ്ട്. 2 എഞ്ചിനുകളും വീണ്ടും പ്രവർത്തിപ്പിക്കാൻ പൈലറ്റുമാർ ശ്രമിച്ചു. ഒന്നാമത്തെ എഞ്ചിൻ ഭാഗികമായി പ്രവർത്തിച്ചു. രണ്ടാമത്തെ എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ല. 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. വിമാനത്തെ നിയന്ത്രിക്കുന്ന ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായ ദിശയിലായിരുന്നു. പൈലറ്റുമാർക്ക് ശാരീരിക പ്രശ്നങ്ങളില്ലായിരുന്നു. അട്ടിമറിക്ക് പ്രാഥമിക തെളിവുകളില്ല. എന്തുകൊണ്ടാണ് സ്വിച്ച് കട്ട് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ കേൾക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അടുത്ത പൈലറ്റ് മറുപടി പറയുകയും ചെയ്തു. വിമാനം പറന്നുയർന്നതിന് ശേഷം റാം എയർ ടർബൻ പ്രവർത്തനക്ഷമമാകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമാനത്തിന്റെ പാതയിൽ ഒരിടത്തും പക്ഷികളെ കാണാൻ കഴിയുന്നില്ല. അതായത് പക്ഷിയിടിച്ചുള്ള അപകടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ തള്ളിക്കളയുകയാണ്. വിമാനത്താവളത്തിന്റെ ഭിത്തി കടക്കുന്നതിന് മുൻപ് തന്നെ വിമാനം താഴ്ന്നു തുടങ്ങി. എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം എഞ്ചിൻ 1ന്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പെട്ടെന്ന് കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ രണ്ടാം എഞ്ചിന്റെയും സ്വിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. ഇതിനിടെ EARF റെക്കോർഡിംഗ് നിർത്തി. 1:39 പൈലറ്റുകളിൽ ഒരാൾ മേഡേ സന്ദേശം അയച്ചു. എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ കോൾ സിഗ്നൽ സംബന്ധിച്ച് അന്വേഷിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. വിമാനത്താവളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് വിമാനം തകർന്നു വീഴുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് അസ്വാഭാവികമായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന്, വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നതാണ്. ഇങ്ങനെ ഓഫ് ചെയ്തതിന് പിന്നാലെ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു. പിന്നാലെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. അബദ്ധത്തിൽ കൈതട്ടിയാൽ ഈ സ്വിച്ച് ഓഫ് ആകുകയില്ല. ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ച് ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. എന്നാൽ പരിചയസമ്പന്നരായ 2 പൈലറ്റുമാരാണ് ഈ വിമാനം നിയന്ത്രിച്ചിരുന്നത്. അതിനാൽ തന്നെ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ 3 സാധ്യതകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിലൊന്ന് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ്. മറ്റേതെങ്കിലും സ്വിച്ച് മാറ്റുന്ന സമയത്ത് ഫ്യൂവൽ സ്വിച്ചും കട്ട് ഓഫ് ചെയ്താകാമെന്നതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ്. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാറാകാം ഈ സ്വിച്ചുകൾ ഓഫാകുന്നതിലേക്ക് നയിച്ചതെന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ ഒരു സാധ്യത. ടേക്ക് ഓഫിന് പിന്നാലെ 2 എഞ്ചിനിലേക്കുമുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫായതിന് പിന്നാലെ ഉടൻ തന്നെ പൈലറ്റുമാർ സ്വിച്ച് ഓൺ ചെയ്തുവെങ്കിലും വിമാനത്തിന്റെ പറക്കൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തകർന്നു വീഴുകയായിരുന്നു. വിമാനം തകർന്നു വീണ സ്ഥലത്തിന്റെ ഡ്രോൺ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നിവയുൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിമാനം പറന്നുയർന്നതിന് പിന്നാലെ തന്നെ പരമാവധി വേഗതയായ 180 നോട്ട്സ് കൈവരിച്ചു.
ഇതിനു പിന്നാലെ വിമാനത്തിലേക്ക് ഇന്ധനം എത്തിക്കുന്ന 2 സ്വിച്ചുകളും ഓഫാകുകയായിരുന്നു. ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും വിമാനം പറന്നുയർന്നതിന് പിന്നാലെ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറിയിരുന്നു. ഉടൻ തന്നെ സ്വിച്ചുകൾ പഴയ നിലയിലാക്കിയെങ്കിലും ത്രസ്റ്റ് വീണ്ടെടുക്കുന്നതിന് മുൻപ് തന്നെ വിമാനം തകർന്നു വീണു. മൂന്നാമത്തേത് ബോയിങ് 787 വിമാനത്തിന്റെ കോക്പിറ്റ് രൂപകൽപ്പനയിലെ പിഴവുകളും സ്വിച്ച് ഓഫ് ആകുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന വിലയിരുത്തലാണ്. നിലവിൽ ഈ 3 സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് 32 സെക്കൻഡുകൾക്കുള്ളിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. വിമാനത്തിലെ 230 പേരും വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന 30 പേരും ഉൾപ്പെടെ 260 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട സമയത്ത് വിമാനത്തിൽ 230 യാത്രക്കാർ ഉണ്ടായിരുന്നു. ഇവരിൽ 15 പേർ ബിസിനസ് ക്ലാസ്സിലും 215 പേർ ഇക്കോണമി ക്ലാസ്സിലുമായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫായി എന്നത് അസാധാരണമായ സംഭവമായാണ് വിമാന ദുരന്തം അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്വിച്ചുകൾ ഓഫായതിന് പിന്നാലെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അപകട സമയത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പക്ഷി ഇടിച്ചതിന്റെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. 5 കെട്ടിടങ്ങൾ അപകടത്തിൽ തകർന്നുവെന്നും കെട്ടിടങ്ങളിൽ ഇടിച്ചതിന്റെയും തുടർന്ന് ഇന്ധനം കത്തിയതിന്റെയും ഫലമായാണ് വിമാനം പൂർണ്ണമായി നശിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിമാനത്തിൽ ഇന്ധനം നിറച്ച ടാങ്കിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഫലം തൃപ്തികരമാണെന്നും റിപ്പോർട്ടിലുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റുമാരും ജീവനക്കാരും ഫിറ്റ്നസ് പുലർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ 15 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ദുരന്തത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും തകർന്നു വീണ മേഖലയിലെ പ്രവർത്തനങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ഈ റിപ്പോർട്ട്. അഹമ്മദാബാദിൽ നിന്നും ഗാറ്റ്വിക്കിലേക്ക് പറന്നുയർന്ന AI-171 വിമാനമാണ് നിമിഷങ്ങൾക്കകം തീഗോളമായത്. 12 ക്രൂ അംഗങ്ങളും 229 യാത്രക്കാരും പുറത്തുണ്ടായിരുന്ന 19 പേരും അപകടത്തിൽ മരിച്ചു. മലയാളിയായ രഞ്ജിതയും അപകടത്തിൽ മരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.